നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. SRHനെ CSK പൂട്ടി, നല്ല മണിച്ചിത്ര താഴിട്ടങ്ങ് പൂട്ടി. അതെ, വമ്പൻ വിജയമാണ് SRHന് മേൽ CSK ചെപ്പോക്കിൽ നേടിയിരിക്കുന്നത്. 78 റൺസിൻ്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറുകളിൽ 212 റൺസാണ് അടിച്ചിരുന്നത്. രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ 98, അതുപോലെ തന്നെ ഡാരിൽ മിച്ചലിൻ്റെ അർദ്ധ സെഞ്ചുറി, അങ്ങനെ മികച്ച ബാറ്റിംഗ് പ്രകടനം അവർ നടത്തി. മറുപടി ബാറ്റിങ്ങിൽ SRH മുട്ടിടിച്ച് വീണു. 134 റൺസിന് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. ആരും അവർക്ക് വേണ്ടി മികച്ചൊരു പ്രകടനം നടത്തിയെന്ന് പറയാനില്ല. എയ്ഡൻ മർക്രം മാത്രമാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചത്. ബാക്കി എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4 വിക്കറ്റുമായിട്ട് തുഷാർ ദേശ്പാണ്ഡെ തിളങ്ങിയപ്പോൾ മുസ്തഫിസുർ റഹ്മാനും പതിരാനയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. രവീന്ദ്ര ജഡേജ 4 ഓവറിൽ 22 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത്. അദ്ദേഹം 1 വിക്കറ്റ് എടുത്തപ്പോൾ ഷാർദുൽ താക്കൂർ 4 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ CSKയുടെ ബൗളർമാർ മിന്നിക്കത്തി കളിച്ചപ്പോൾ SRH എന്ന പേര് കേട്ട ബാറ്റിംഗ് നിര ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ച. ട്രാവിസ് ഹെഡ് 7 പന്തുകളിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങി. തൊട്ടു പിന്നാലെ അഭിഷേക് ശർമ്മ 9 പന്തുകളിൽ നിന്ന് വെറും 15 റൺസുമായിട്ട് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഇറങ്ങിയിരുന്ന അൻമോൽ പ്രീത് സിംഗ് അതിനിടയ്ക്ക് ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി നിന്നു. അതായത് ഹെഡിനെ മടക്കി വിട്ട് തൊട്ടടുത്ത പന്തിൽ തുഷാർ ദേശ്പാണ്ഡെ അൻമോൽ പ്രീത് സിംഗിനെയും മടക്കി വിട്ടിരുന്നു. എയ്ഡൻ മർക്രമിന് കൂട്ടായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി എത്തിയെങ്കിലും നിതീഷ് കുമാർ വെറും 15 റൺസുമായിട്ട് മടങ്ങി. പിന്നെ ഹെൻറി ക്ലാസൻ്റെ വരവ്. എന്നാൽ മർക്രം 26 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മടങ്ങി. ക്ലാസന് ആ അടിയൊന്നും നമ്മൾ ഇന്ന് കണ്ടില്ല. 21 പന്തുകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വെറും 20 റൺസ്. സമദ് 19 റൺസ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് മടങ്ങിയപ്പോൾ വെറും 134 ഓൾ ഔട്ടായി കഴിഞ്ഞു SRH. 78 റൺസിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് CSK പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.